ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ 3ാം യൂണിറ്റിലെ ആക്ടിവിറ്റി 10 മുതലുള്ള ഓരോ ആക്ടിവിറ്റീസുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് മുന്നേ ഉള്ള ആക്ടിവിറ്റീസ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കാണണം എന്ന ആഗ്രഹമുള്ളവർ ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. അടുത്തത് ആക്ടിവിറ്റി 10 ആണ്. ഒബ്സർവ് ദ ബേർഡ്സ് അറൗണ്ട് യു ആൻഡ് പ്രിപ്പയർ എ ബേർഡ് വാച്ചിങ് ഡയറി ഇൻ യുവർ നോട്ട്ബുക്ക്. ഇത് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒബ്സർവ്, നിരീക്ഷിക്കുക, ദ ബേർഡ്സ് അറൗണ്ട് യു, നിങ്ങൾക്ക് ചുറ്റുമുള്ള പക്ഷികളെ നിരീക്ഷിക്കുക, ആൻഡ് പ്രിപ്പയർ എ ബേർഡ് വാച്ചിങ് ഡയറി, പക്ഷികളെ പറ്റിയുള്ള ഒരു ബേർഡ് വാച്ചിങ് ഡയറി, പക്ഷി നിരീക്ഷണ ഡയറി ഉണ്ടാക്കുക ഇൻ യുവർ നോട്ട്ബുക്ക്. അപ്പോൾ അതിന് നമ്മൾ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓരോ പക്ഷിയെയും പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ആ ടേബിളിൽ എഴുതണം. അപ്പോൾ ആ നോട്ട്ബുക്കിൽ ഇങ്ങനൊരു ടേബിൾ നമ്മൾ വരയ്ക്കുക. മൈ ബേർഡ് വാച്ചിങ് ഡയറി എന്ന് ടൈറ്റിൽ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എഴുതേണ്ടത് ഏതൊക്കെയാണ്? ആദ്യത്തെ കോളത്തിൽ ഇവർ പറഞ്ഞേക്കുന്നത് ഡേറ്റ് ആൻഡ് ടൈം ആണ്, അല്ലേ? ആ പക്ഷിയെ നമ്മൾ കണ്ടത് ഏത് ദിവസമാണ്, ഏത് സമയമാണ്. നെയിം ഓഫ് ദ ബേർഡ്, ഏത് പക്ഷിയെയാണ് നമ്മൾ കണ്ടതെന്നുള്ള പക്ഷിയുടെ പേര്. പിന്നെ കളർ അല്ലെങ്കിൽ കളേഴ്സ്, പക്ഷിക്ക് എന്ത് നിറമാണ്. ഒന്നിൽ കൂടുതൽ നിറങ്ങളുണ്ടെങ്കിൽ ആ നിറങ്ങൾ എന്തൊക്കെയാണ്. ഇനി ആ പക്ഷിയുടെ സൈസ്, അത് വലിയ പക്ഷിയാണോ അല്ലെങ്കിൽ മീഡിയം സൈസാണോ അല്ലെങ്കിൽ തീരെ ചെറിയ പക്ഷിയാണോ എന്ന് എഴുതണം. ആക്ഷൻസ് ആണ് പിന്നെ അടുത്തത് ചോദിച്ചേക്കുന്നത്. നമ്മൾ ആ പക്ഷിയെ നിരീക്ഷിച്ചപ്പോൾ ആ പക്ഷി എങ്ങനെയായിരുന്നു അതിൻ്റെ ആക്ഷൻ, അത് ഏത് പൊസിഷനിലായിരുന്നു, അത് പറക്കുകയായിരുന്നോ, ഫ്ലൈയിങ് ആയിരുന്നോ, അല്ലെങ്കിൽ സിംഗിങ്, പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നോ, ഡൈവിങ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കൂടി നീന്തുകയായിരുന്നോ, ഈറ്റിംഗ്, എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ, നെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ കൂട്ടിലിരിക്കുകയായിരുന്നോ. അപ്പോൾ എന്തായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമ്മൾ എഴുതണം. വേർ ഡിഡ് യു സീ, എവിടെയാണ് ആ പക്ഷിയെ നിങ്ങൾ കണ്ടത്. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഓൺ ദ ട്രീ, മരത്തിൻ്റെ മേലിലാണോ, ഓൺ ദ ഗ്രൗണ്ട് അല്ലെങ്കിൽ താഴെ ഗ്രൗണ്ടിലാണോ, ഇൻ ദ പോണ്ട്, കുളത്തിലാണോ, ബിസൈഡ് മൈ ഹോം, നിങ്ങളുടെ വീടിൻ്റെ തൊട്ടരികിൽ നിൽക്കുന്നതായിട്ടാണോ കണ്ടത്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിവിടെ കോളത്തിൽ എഴുതുന്നത്. അപ്പോൾ ആദ്യം കണ്ട പക്ഷിയുടെ വിവരങ്ങൾ നമ്മൾ ഈ ആദ്യത്തെ കോളത്തിൽ എഴുതണം. രണ്ടാമത് കണ്ട പക്ഷികളുടെ വിവരങ്ങൾ ഇവിടെ, മൂന്നാമത് ഇങ്ങനെ. അങ്ങനെ നമ്മൾ എത്ര പക്ഷികൾ കണ്ടോ അത്രയും കോളംസ് നമ്മൾക്ക് ഇനിയും ആഡ് ചെയ്ത് പോവാം. നിങ്ങൾ തനിയെ ചെയ്യേണ്ടതാണ്. നിങ്ങളിപ്പോൾ നിങ്ങൾ വീടിൻ്റെ പുറത്തേക്ക് പകൽ സമയത്തൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ നമ്മൾ ചെറിയ പക്ഷികളൊക്കെ കാണും, അല്ലേ? ചിലപ്പോൾ കോഴിയാവാം, താറാവാകാം, അല്ലെങ്കിൽ കാക്കയാകാം, പ്രാവാകാം. അപ്പോൾ എന്നാണ്, സമയം എപ്പോഴാണെന്നുള്ളതും ബാക്കിയുള്ള വിവരങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ പക്ഷിയുടെ പേര്, നിറം, അതെല്ലാം നിങ്ങൾ കോളത്തിൽ എഴുതുക. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. റീഡ് ആൻഡ് റിജോയ്സ്. ഹൂ ഈസ് സ്ട്രോങ്ങർ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ ഒരു പിക്ചർ സ്റ്റോറിയാണ് തന്നേക്കുന്നത്. അതായത് ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കഥ കൊടുത്തിട്ടുണ്ട്. ആ കഥ വായിച്ച് മനസ്സിലാക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. റീഡ് ആൻഡ് റിജോയ്സ് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക, വായിച്ച് ആസ്വദിക്കുക. അപ്പോൾ നമുക്ക് ആ കഥയൊന്ന് വായിച്ചു നോക്കാം. ഹൂ ഈസ് സ്ട്രോങ്ങർ, ആരാണ് കൂടുതൽ ശക്തിശാലി അല്ലെങ്കിൽ ആരാണ് കൂടുതൽ ബലമുള്ളയാൾ, അതാണ് ചോദ്യം. കഥയുടെ പേരാണത്. ഇനി നമുക്ക് കഥ ഒന്ന് വായിച്ചു നോക്കാം. One day, the sun and the wind were
arguing about their strength. One day എന്ന് പറഞ്ഞാൽ ഒരു ദിവസം. The sun and the wind, സൂര്യനും കാറ്റും, were arguing about their strength. അവർ രണ്ടുപേരും കൂടി അവരുടെ ശക്തിയെപ്പറ്റി പരസ്പരം വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ട് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. ആർഗ്യൂയിങ് എന്ന് പറഞ്ഞാൽ പരസ്പരം വാക്ക് തർക്കത്തിൽ ഏർപ്പെടുക, തർക്കിക്കുക. അപ്പോൾ ഇനി ചിത്രത്തിലേക്ക് നോക്കാം. അപ്പോൾ കാറ്റിനെയാണ് ഈ കാണിച്ചേക്കുന്നത്. ഇതാണ് സൂര്യൻ. അപ്പോൾ കാറ്റിൻ്റെ ഡയലോഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. കാറ്റ് എന്താണ് പറയുന്നത്? ലുക്ക്, ഐ ആം സ്ട്രോങ്, ഐ ക്യാൻ ബ്ലോ അവേ എനിത്തിങ്. അപ്പോൾ കാറ്റ് എന്താണ് പറഞ്ഞത്? ലുക്ക്, നോക്കൂ, ഐ ആം സ്ട്രോങ്, ഞാൻ വളരെ ശക്തിശാലിയാണ്. ഐ ക്യാൻ ബ്ലോ അവേ എനിത്തിങ്, എനിക്ക് എന്തിനെ വേണമെങ്കിലും പറത്തി ദൂരേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ സൂര്യൻ എന്താ പറഞ്ഞത്? നോ, ഐ ആം സ്ട്രോങ്ങർ ദാൻ യു, ഐ ക്യാൻ മേക്ക് എവറിത്തിങ് വാം. അപ്പോൾ സൂര്യൻ എന്താ പറഞ്ഞത്? നോ, ഇല്ല, ഐ ആം സ്ട്രോങ്ങർ ദാൻ യു, ഞാനാണ് നിന്നേലും ബലമുള്ള ആള്. ഐ ക്യാൻ മേക്ക് എവറിത്തിങ് വാം, എനിക്ക് എല്ലാത്തിനെയും വാം ആക്കാൻ പറ്റും. വാം എന്ന് പറഞ്ഞാൽ ചൂട് കൊടുത്ത് എല്ലാത്തിനെയും ചൂടാക്കാൻ എനിക്ക് സാധിക്കും. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. They saw a man walking. അവര് കണ്ടു, ഈ സൂര്യനും കാറ്റും കണ്ടു. എന്താണ് കണ്ടത്? എ മാൻ വാക്കിംഗ്, ഒരു മനുഷ്യൻ ഒരു വഴിയിൽ കൂടെ നടന്നു വരുന്നത് കണ്ടു. അപ്പോൾ നമ്മുടെ കാറ്റ് പറയുന്ന ഡയലോഗ് എന്താന്ന് നോക്കാം. ഐ ക്യാൻ ബ്ലോ അവർ ഹിസ് ഷർട്ട്, എനിക്ക് ആ വരുന്ന ആളുടെ ഷർട്ട് കാറ്റിൽ പറത്തി കളയാൻ സാധിക്കും. അങ്ങനെയാണ് കാറ്റ് പറഞ്ഞത്. ഇനി അടുത്ത ചിത്രം നോക്കാം. The wind started to blow. കാറ്റ് അത് വീശി അതിൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഇനി അടുത്ത ചിത്രം നോക്കാം. കാറ്റ് വീശുന്നതാണ് ആ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. The wind tried to take away the man's shirt, but he held on to it. The wind, കാറ്റ് എന്ത് ചെയ്തു? Tried to take away the man's shirt. കാറ്റ് നല്ല ശക്തിയിൽ വീശിക്കൊണ്ട് ആ മനുഷ്യൻ്റെ ദേഹത്ത് നിന്നും അദ്ദേഹം ധരിച്ചിരുന്ന ഷർട്ട് പറത്തി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ബട്ട് ഹി ഹെൽഡ് ഓൺ ടു ഇറ്റ്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഒരു ഷർട്ട് മുറുക്കെ പിടിച്ചു. ഹൗ കോൾഡ് ഇറ്റ് ഈസ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഹൗ കോൾഡ് ഇറ്റ് ഈസ്, എത്ര തണുപ്പാണ് അല്ലെ. കാറ്റ് വീശുമ്പോൾ നമ്മുടെ ശരീരത്തിനൊരു കുളിർമ തോന്നും അല്ലേ. അപ്പോൾ അതുപോലെ ഈ മനുഷ്യന് തോന്നിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അദ്ദേഹം എത്ര തണുപ്പാണ് എന്ന് പറഞ്ഞത്. ഇനി അടുത്ത ചിത്രം നോക്കാം. അടുത്തത് സൂര്യൻ പറയുന്ന ഒരു ഡയലോഗാണ്. നൗ ഇറ്റ് ഈസ് മൈ ടേൺ. ഇനി എൻ്റെ സമയമാണ്, എൻ്റെ ഊഴമാണ്. ഇനി എനിക്ക് പ്രവർത്തിക്കാനുള്ളത് എന്താന്നുള്ളത് നോക്കാം. ഇനി അടുത്ത ചിത്രത്തിൽ എന്താ പറയുന്നത് നോക്കാം. The sun started blazing. The man took off his shirt. Sun started blazing. സൂര്യൻ എന്താ ചെയ്തത്? സ്റ്റാർട്ടഡ് ബ്ലേസിങ്, വളരെ ശക്തിയിൽ പ്രകാശിക്കാൻ തുടങ്ങി. ദ മാൻ ടുക്ക് ഓഫ് ഹിസ് ഷർട്ട്. അപ്പോൾ സൂര്യൻ്റെ ആ പ്രകാശം
ദേഹത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ചൂട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മനുഷ്യൻ എന്താ ചെയ്തത്? ദ മാൻ ടുക്ക് ഓഫ് ഹിസ് ഷർട്ട്. ആ മനുഷ്യൻ അപ്പോൾ തന്നെ അദ്ദേഹം ധരിച്ചിരുന്ന ഷർട്ട് ഊരി കയ്യിൽ പിടിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, വാട്ട് എ സ്ട്രേഞ്ച് ഡേ, ഇറ്റ് വാസ് കോൾഡ് ഏർലിയർ, നൗ ഇറ്റ് ഈസ് ഹോട്ട്. ആ മനുഷ്യൻ എന്താ പറഞ്ഞതെന്ന് നോക്കാം. വാട്ട് എ സ്ട്രേഞ്ച് ഡേ, എന്തൊരു വിചിത്രമായ ദിനമാണ് ഇന്ന്. ഇറ്റ് വാസ് കോൾഡ് ഏർലിയർ, കുറച്ചു മുന്നേ തണുപ്പായിരുന്നു. നൗ ഇറ്റ് ഈസ് ഹോട്ട്, എന്നാൽ ഇപ്പോൾ ചൂടായേക്കുന്നു. അപ്പോൾ ആ ഒരു ഡയലോഗാണ് ആ മനുഷ്യൻ പറഞ്ഞത്. ഇനി അടുത്ത ചിത്രത്തിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. അടുത്ത ചിത്രത്തിൽ വിൻഡ് പറയാണ്, കാറ്റ് പറയാണ്, ഐ എഗ്രി യു ആർ സ്ട്രോങ്ങർ ദാൻ മീ. കാറ്റ് എന്താ പറഞ്ഞത്? ഐ എഗ്രി, ഞാൻ സമ്മതിക്കുന്നു. യു ആർ സ്ട്രോങ്ങർ ദാൻ മീ, നിനക്ക് തന്നെയാണ് എന്നെക്കാളും കൂടുതൽ ശക്തിയുള്ളത്, ബലമുള്ളതെന്ന് പറയാണ്. അപ്പോൾ സൂര്യൻ എന്താ പറഞ്ഞതെന്ന് നോക്കാം. യു ആർ ടു ഇൻ യുവർ ഓൺ വേ, നീയും നിന്നാൽ കഴിയുന്ന രീതിയിൽ നിനക്കും ശക്തി പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നീയും വേറൊരു രീതിയിൽ ശക്തിമാനാണ്, ബലമുള്ളയാളാണ് എന്നാണ് സൂര്യൻ തിരിച്ചു മറുപടി പറഞ്ഞത്. അടുത്ത ചിത്രത്തിൽ നമുക്ക് നോക്കാം. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ചിത്രമാണ് അല്ലേ. They lived in harmony thereafter. അപ്പോൾ മുതൽ അവർ രണ്ടുപേരും ഒത്തൊരുമയോടെ ജീവിക്കാൻ തുടങ്ങി. thereafter എന്ന് പറഞ്ഞാൽ അപ്പോൾ മുതൽ. they lived എന്ന് പറഞ്ഞാൽ അവർ ജീവിക്കാൻ തുടങ്ങി. ഇൻ ഹാർമണി എന്നുള്ള വാക്ക് നമ്മൾ ഈ പാഠത്തിൽ ഇതിനു മുന്നേ കേട്ടിട്ടുള്ളതാണ്. ഹാർമണി എന്ന് പറഞ്ഞാൽ ഒത്തൊരുമയോടെ. അപ്പോൾ സൂര്യനും കാറ്റും ഓരോരുത്തരും അവനവൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് അവർ രണ്ടുപേരും വഴക്കിടാതെ ഒത്തൊരുമയോടെ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ അതാണ് നമ്മളുടെ സ്റ്റോറി. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 11, റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. റീകാസ്റ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും അവതരിപ്പിക്കുക. ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്, കഥ എൻ്റെ വാക്കുകളിൽ. അതായത് നമ്മളിപ്പോൾ പഠിച്ച ഈ ഒരു യൂണിറ്റിൻ്റെ കഥ നമ്മളുടെ സ്വന്തം വാക്കിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്ന കുറച്ച് ചിത്രങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ചോദ്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഒരു കഥ പൂർണ്ണമായും ഉണ്ടാക്കി എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യമേ ഓരോ ചിത്രവും അതിൻ്റെ താഴെയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് കഥ നമ്മളുടെ വാക്കിൽ എഴുതാൻ നോക്കാം. അപ്പോൾ ആദ്യത്തത് ഒരു കാക്കയുടെ ചിത്രമാണ്. ഒരു കാക്ക മരക്കൊമ്പിലിരിക്കുന്ന ചിത്രമാണ്. ഹു വോക്ക് അപ്പ് റോക്കി? ആരാണ് റോക്കിയെ ഉണർത്തിയത്? നമ്മൾ ആ കഥ തുടങ്ങിയപ്പോൾ കണ്ടായിരുന്നു. റോക്കി എന്ന് പറയുന്ന ഒരു നായ്ക്കുട്ടി ഒരു മരത്തിൻ്റെ താഴെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ റോക്കി ഒരു കാക്കയുടെ സൗണ്ടൊക്കെ കേട്ട്, ശബ്ദം കേട്ട് ഉണർന്ന ഒരു കാര്യം നമ്മൾ ആ കഥയിൽ കേട്ടായിരുന്നു. അപ്പോൾ ഹു വോക്കപ്പ് റോക്കി? ആരാണ് റോക്കിയെ ഉണർത്തിയത്? കാക്കയാണ് അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? ദ ക്രോ. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ വാട്ട് ഡിഡ് റോക്കി സീ? റോക്കി എന്ത് കാഴ്ചയാണ് കണ്ടത്? ആ മരത്തിന് താഴെ ഉറങ്ങി എണീറ്റപ്പോൾ റോക്കി എന്ത് കാഴ്ചയാണ് കണ്ടത്? ഒരു പൂച്ച ഒരു അണ്ണാനെ ഓടിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഹി സോ എ കാറ്റ് ചേസിങ് എ സ്ക്വിറൽ. ഒരു പൂച്ച
അണ്ണാനെ പിന്തുടർന്ന് ഓടിക്കുന്നതാണ് കണ്ടത്. ഇനി മൂന്നാമത്തെ ചിത്രം നോക്കാം. വാട്ട് ഡിഡ് ദ ക്രോ ഡു? കാക്ക എന്താണ് ചെയ്തത്? നമുക്കറിയാം, ആ ഒരു കഥ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുമ്പോൾ റോക്കി ഒരു തമാശ ഉണ്ടാക്കാം എന്ന് കരുതി ഈ പൂച്ചയെ പിന്തുടരുന്നതും അവസാനം ഈ അണ്ണാനും പൂച്ചയും അവരവരുടെ വഴിയിൽ രക്ഷപ്പെടുന്നതും ഈ റോക്കി എന്ന് പറയുന്ന നായ്ക്കുട്ടി മരത്തിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ ആ മരത്തിൽ ഈ കാക്കയുടെ കൂടുണ്ടായിരുന്നു. ആ കൂടിന് എന്തെങ്കിലും പറ്റുമോ എന്ന് ഭയന്ന് കാക്ക ഈ റോക്കിക്ക് ചുറ്റും പറക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് വാട്ട് ഡിഡ് ദ ക്രോ ഡു? കാക്ക എന്താണ് ചെയ്തത്? റോക്കിക്ക് ചുറ്റും വട്ടത്തിൽ പറക്കാൻ തുടങ്ങി. അപ്പോൾ ദ ക്രോ ഫ്ലൂ അറൗണ്ട് റോക്കി. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി നാലാമത്തെ ചിത്രത്തിൽ വാട്ട് ഡിഡ് റോക്കി ഡു ദെൻ? റോക്കി എന്താണ് ചെയ്തത്? നമുക്കറിയാം, റോക്കിയുടെ കയ്യിൽ നിന്നും ആ പൂച്ചയും അണ്ണാനും ഒക്കെ രക്ഷപ്പെട്ടു പോയപ്പോൾ റോക്കി ആ മരത്തിലേക്ക് ചാടിക്കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അവരെ പിന്തുടരാനായിട്ട്. അപ്പോൾ അവൻ എന്താ ചെയ്തത്? അവൻ്റെ പിറകിലെ 2 കാലുകളിൽ കുത്തി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു രംഗം നമ്മൾ ആ ഒരു കഥയിൽ കണ്ടു. വാട്ട് ഡിഡ് റോക്കി ഡു ദെൻ? റോക്കി എന്താണ് ചെയ്തത്? റോക്കി അവൻ്റെ പിൻകാലുകളിൽ എഴുന്നേറ്റ് നിന്നു. ഹിൻഡ് ലെഗ്സ് എന്നാണ് പിൻകാലുകളെ നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് 5ാമത്തെ ചോദ്യമാണ്. ഹു സ്നാച്ച് ദ ബോൺ ഫ്രം റോക്കി? ഇനി നമ്മൾ കാണുന്നു, റോക്കിക്ക് 2 പേരെയും പിടിക്കാനൊന്നും പറ്റിയില്ല. പൂച്ചയെയും അണ്ണാനെയും ഒന്നും പിടിക്കാൻ പറ്റിയില്ല. അവൻ പിന്നെ തിരിച്ച് നടന്നു പോകുന്നത് കാണുന്നുണ്ട്. നടന്നു പോകുമ്പോൾ അവന് വഴിയിൽ കിടന്നൊരു എല്ല് കിട്ടുന്നു. ആ എല്ല് റോക്കിയുടെ കയ്യിൽ നിന്നും കാക്ക തട്ടിയെടുക്കുന്നത് നമ്മൾ വായിച്ചു. ഹൂ സ്നാച്ച്ഡ് ദ ബോൺ ഫ്രം റോക്കി? സ്നാച്ച് എന്ന് പറഞ്ഞാൽ തട്ടിയെടുക്കുക. ആരാണ് റോക്കിയുടെ കയ്യിൽ നിന്നും ആ എല്ല് തട്ടിയെടുത്തത്? കാക്കയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരം ദ ക്രോ എന്നാണ്. ഇനി അടുത്ത ചോദ്യം. What happened to the crow's nest on a rainy day? ഒരു മഴയുള്ള ദിവസം, കാറ്റും മഴയൊക്കെ ഉള്ള ദിവസം, ഈ കാക്കയുടെ കൂടിന് എന്താണ് സംഭവിച്ചത്? കാക്കയുടെ കൂട് ഉണ്ടായിരുന്ന ആ മരക്കൊമ്പ് ഒടിഞ്ഞു. അപ്പോൾ കാക്കയുടെ കൂട് താഴെ വീണു. അതല്ലേ ആൻസർ? അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നമ്മൾ പറയേണ്ടത് ദ നെസ്റ്റ് ഫെൽ ഓൺ ടു ദ ഗ്രൗണ്ട്. കാക്കയുടെ കൂട് മണ്ണിലേക്ക് വീണു. ഇനി 7ാമത്തെ ചോദ്യം. ആദ്യം 7ാമത്തെ ചിത്രം നമുക്ക് നോക്കാം. ആ ഒരു കാക്ക, അമ്മ കാക്ക മരക്കൊമ്പിൻ്റെ താഴെ പെട്ടുകിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വാട്ട് ഹാപ്പൻ ടു ദ മദർ ക്രോ? അമ്മ കാക്കയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഷീ വാസ് കോട്ട് അണ്ടർ ദ ബ്രാഞ്ച്. അവള് മരക്കൊമ്പിൻ്റെ താഴെ പെട്ടുപോയി. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി 8ാമത്തത്. ഹു സേവ്ഡ് ദ മദർ ക്രോ? ആരാണ് അമ്മ കാക്കയെ രക്ഷിച്ചത്? കാക്കയുടെ ആ അവസ്ഥ കണ്ടപ്പോൾ റോക്കിക്ക് ദയ തോന്നിയല്ലേ കാക്കയോട്? അപ്പോൾ റോക്കിയല്ലേ ആ കാക്കയെ രക്ഷിച്ചത്? അപ്പോൾ അതിൻ്റെ ഉത്തരം റോക്കി എന്നാണ്. റോക്കി സേവ്ഡ് ദ മദർ ക്രോ. അപ്പോൾ നമ്മൾ എല്ലാ ചിത്രങ്ങളും ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ കഥ നമ്മുടെ സ്വന്തം വാക്കിൽ എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് കഥയുടെ ടൈറ്റിലായിട്ട് റോക്കി ആൻഡ് ദ മദർ ക്രോ എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. റോക്കിയും അമ്മ കാക്കയും.
ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ കഥ എഴുതുമ്പോൾ ഏറ്റവും ചെറിയ വാക്കുകൾ ഉപയോഗിക്കുക, ഏറ്റവും ചെറിയ സെൻറ്റൻസുകളും ഉപയോഗിക്കാൻ നോക്കുക. One day, a puppy named Rocky was lying under a tree. ഒരു ദിവസം ഒരു നായ്ക്കുട്ടി named റോക്കി എന്ന പേരുള്ള ഒരു നായ്ക്കുട്ടി, ഒരു നായ was lying under a tree. ഒരു മരത്തിൻ്റെ താഴെ കിടക്കുകയായിരുന്നു. A crow woke him up. ഒരു കാക്ക വന്ന് അതിനെ ഉണർത്തി. He saw a cat chasing a squirrel. അവൻ കണ്ടു ഒരു പൂച്ച ഒരു അണ്ണാനെ ചേസ് ചെയ്യുന്നത്, ഓടിക്കുന്നത് കണ്ടു. റോക്കി wanted to make fun. അവന് ഒരു കുസൃതി ഒപ്പിക്കാനായിട്ട് തോന്നി. ഫൺ എന്ന് പറഞ്ഞാൽ കുസൃതി എന്നുള്ളൊരു അർത്ഥമാണ്, അല്ലെങ്കിൽ തമാശ എന്നുള്ളൊരു അർത്ഥമാണ്. He chased the cat. അവൻ വേഗം എഴുന്നേറ്റ് പൂച്ചയെ ഓടിക്കാൻ തുടങ്ങി. The squirrel disappeared among the leaves. ആ അണ്ണാൻ ഇലകൾക്ക് ഇടയിൽ മറഞ്ഞു. ഡിസപ്പിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാവുക. റോക്കി സ്റ്റാർട്ടഡ് ടു ക്ലൈംബ് ദ ട്രീ ഫോളോയിങ് ദ കാറ്റ്. ആ റോക്കി എന്ന് പറയുന്ന നായ്ക്കുട്ടി എന്ത് ചെയ്തു? സ്റ്റാർട്ടഡ് ടു ക്ലൈംബ് ദ ട്രീ. അവൻ മരത്തിലേക്ക് കയറാനായിട്ട് തുടങ്ങി. ഫോളോയിങ് ദ കാറ്റ്, ആ പൂച്ചയെ പിന്തുടർന്നുകൊണ്ട്. ദ ക്രോ സ്റ്റാർട്ടഡ് ടു ഫ്ലൈ അറൗണ്ട് റോക്കി. അപ്പോൾ കാക്ക എന്താ ചെയ്തത്? ദ ക്രോ സ്റ്റാർട്ടഡ് ടു ഫ്ലൈ അറൗണ്ട് റോക്കി. റോക്കിക്ക് ചുറ്റും വട്ടത്തിൽ പറക്കാൻ തുടങ്ങി. കാരണം കാക്ക പേടിച്ചു പോയി. കാക്കയുടെ കൂട് ആ മരത്തിൻ്റെ കൊമ്പിൽ കാക്കയുടെ കൂടിരിക്കുന്നുണ്ട്. അപ്പോൾ കാക്ക ഭയന്നു പോയി. റോക്കി മരത്തിലേക്ക് കയറി കൂട്ടിലുള്ള കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ട്. ദ ക്രോ ഹാഡ് ഇറ്റ്സ് നെസ്റ്റ് ഓൺ ദ ട്രീ. ആ കാക്കയ്ക്ക് അതിൻ്റെ കൂട് മരത്തിലുണ്ടായിരുന്നു. ബട്ട് ദ കാറ്റ് എസ്കേപ്ഡ്. ആ പൂച്ച എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. റോക്കി സ്റ്റുഡ് ഓൺ ഇറ്റ്സ് ഹിൻഡ് ലെഗ്സ്. റോക്കി അവൻ്റെ പിൻകാലുകളിൽ എഴുന്നേറ്റ് നിന്നു. ആൻഡ് സ്റ്റാർട്ടഡ് ടു വാക്ക് അവേ. എന്നിട്ട് അവിടെ നിന്നും നടന്നകന്നു. ഓൺ ദ വേ ഹി ഗോട്ട് എ ബോൺ. വഴിയിൽ വെച്ച് അവന് എന്താണ് കിട്ടിയത്? ഹി ഗോട്ട്, അവന് കിട്ടി. എന്താ കിട്ടിയത്? ഒരു എല്ല് കിട്ടി. ദ ക്രോ സ്നാച്ച് ദ ബോൺ ഫ്രം ഹിം. കാക്ക വേഗം ചെന്ന് അത് തട്ടിയെടുത്തു. ആരിൽ നിന്നാണ്? റോക്കിയിൽ നിന്ന്. ഫ്രം ഹിം. എ വിൻഡ് സ്റ്റാർട്ടഡ് ടു ബ്ലോ. ഒരു ദിവസം, ഒരു മഴയുള്ള ദിവസം പെട്ടെന്നൊരു കാറ്റ് വീശി. എ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ആൻഡ് ദ നെസ്റ്റ് ഫെൽ ഡൗൺ. ആ മരത്തിൻ്റെ ഒരു കൊമ്പ് പെട്ടെന്ന് ഒടിയുകയും ആ കൊമ്പിലുണ്ടായിരുന്ന കാക്കയുടെ കൂട് താഴെ വീഴുകയും ചെയ്തു. The mother crow was caught under the branch. ആ അമ്മ കാക്ക ആ മരക്കൊമ്പിൻ്റെ താഴെ അകപ്പെട്ടു പോയി. റോക്കി സേവ്ഡ് ദ ലൈഫ് ഓഫ് മദർ ക്രോ. റോക്കി എന്ത് ചെയ്തു? ആ അമ്മ കാക്കയുടെ ജീവൻ രക്ഷപ്പെടുത്തി. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച ആ ഒരു കഥ. എല്ലാവർക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Recast, narrate the story in your own words. You may draw pictures as well. ഇപ്പോൾ റീകാസ്റ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും അവതരിപ്പിക്കുക. നറേറ്റ് ദ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിവരിക്കുക, കഥ വിവരിക്കുക എന്നുള്ളതാണ്. ഇൻ യുവർ ഓൺ വേർഡ്സ്, നിങ്ങളുടെ വാക്കുകളിൽ. യു മേ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ചിത്രങ്ങളും ഉൾപ്പെടുത്താം. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു കഥ നിങ്ങളുടെ സ്വന്തം വാക്കിൽ എഴുതാം. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 12. ഒബ്സർവ് ദ പിക്ചേഴ്സ്. റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. ഒബ്സർവ് ദ പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ചിത്രം നിരീക്ഷിക്കുക,
റൈറ്റ് എ സ്റ്റോറി. ഒരു കഥ എഴുതുക. ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മൈ ക്രിയേറ്റീവ് സ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ചിത്രങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കഥ ഉണ്ടാക്കി എഴുതുക. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ആ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആദ്യത്തെ ചിത്രത്തിലൊരു മുയൽ, ആ മുയൽ ഇങ്ങനെ ചിന്തിക്കുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത് അല്ലേ. ആ ചിന്തയിൽ വന്നത് എന്തിൻ്റെ ചിത്രമാണ്? ഒരു പൂന്തോട്ടം അല്ലേ, കുറേ പൂക്കളും ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പൂന്തോട്ടമാണ്. അപ്പം മുയൽ ഒരു സ്വപ്നം കാണുന്നതായിട്ടാണ്. ഒരു പൂന്തോട്ടത്തിലെ സ്വപ്നം കാണുന്നതാണ്. മുയൽ നിൽക്കുന്ന സ്ഥലം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ചെടികളോ പൂക്കളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലം. അപ്പോൾ മുയൽ ആഗ്രഹിക്കുകയാണ് ആ സ്ഥലത്തൊരു പൂന്തോട്ടം നടണം എന്ന്. ഇനി അടുത്ത ചിത്രത്തിൽ ഈ മുയൽ ചെന്നിട്ട് മുയലിൻ്റെ കുറേ സുഹൃത്തുക്കളോട് അത് പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെ മൃഗങ്ങളൊക്കെയാണോ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഒരു റാറ്റ് ഉണ്ട്, ഒരു എലഫൻ്റ് ഉണ്ട്, കൗ ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, ഒരു ക്രോ ഉണ്ട്. അപ്പോൾ ഇത്രയും ഇത്രയും സുഹൃത്തുക്കളാണ് ആ മുയലിനുള്ളത്. ഇനി നമുക്ക് അടുത്ത ചിത്രത്തിൽ നോക്കുമ്പോൾ ഒരു എലി മണ്ണിൽ കുഴി കുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അതെന്തിനായിരിക്കാം? ചെടി നടാനായിരിക്കാം. കാരണം മുയലിൻ്റെ സ്വപ്നമായിരുന്നു ഒരു പൂന്തോട്ടം വേണം എന്നുള്ളത്. ഇനി അടുത്ത ചിത്രത്തിൽ ഒരു കാക്ക ഒരു പാത്രത്തിൽ കുറേ വിത്ത് വിതയ്ക്കുന്നതാണ് കാണുന്നത്. ആ വഴിയിൽ അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിൽ വിത്തുകൾ വിതയ്ക്കുന്നതായിട്ടാണ് ആ ചിത്രത്തിൽ കാണിച്ചേക്കുന്നത്. അടുത്ത ചിത്രത്തിൽ ആന വെള്ളം ഗ്രൗണ്ടിലേക്ക് ഒഴിക്കുന്നത്, അതായത് ആ വിത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ്. അത് വളരാൻ വേണ്ടിയിട്ട് ആനയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അടുത്തത് നമുക്ക് നോക്കുമ്പോൾ ആ ഒരു ഗ്രൗണ്ടിൽ ഏകദേശം കുറച്ച് തൈകളൊക്കെ മുളച്ചു വന്നിട്ടുണ്ട്. അതുകൂടാതെ പശു ആ ഒരു ഗ്രൗണ്ടിൽ വളം ഇടുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇനി അടുത്ത ചിത്രത്തിൽ ചെടികളൊക്കെ കുറച്ചും കൂടിയും വളരാൻ തുടങ്ങി. ഏറ്റവും അവസാന ചിത്രം നോക്കുമ്പോൾ ഒരു മനോഹരമായ പൂന്തോട്ടം കാണാം അല്ലേ. അവിടെ ഈ കൂട്ടുകാരെല്ലാവരും ഒത്തൊരുമിച്ചിരിക്കുന്നത് കാണാം. പൂക്കളും ചെടികളും എല്ലാം ഉള്ളൊരു പൂന്തോട്ടം. അപ്പോൾ അവസാന ചിത്രത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് മുയൽ കണ്ട ആ ഒരു സ്വപ്നം അവസാനം യാഥാർത്ഥ്യമാകുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു കഥ നമ്മുടെ വാക്കുകളിൽ എഴുതി നോക്കാം. ആദ്യമേ തന്നെ കഥയ്ക്കൊരു ടൈറ്റിൽ വേണം, അതായത് ആ കഥയ്ക്കൊരു പേര് വേണം. അപ്പോൾ നമ്മളിവിടെ കൊടുത്തേക്കുന്ന പേര് ദ ഡ്രീം ഓഫ് എ റാബിറ്റ് എന്നാണ്. ഡ്രീം എന്ന് പറഞ്ഞാൽ സ്വപ്നം, റാബിറ്റ് എന്ന് പറഞ്ഞാൽ മുയലിൻ്റെ സ്വപ്നം. ദ ഡ്രീം ഓഫ് എ റാബിറ്റ്. ഇനി നമുക്ക് കഥ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. One day a rabbit saw a dream of making a beautiful garden. ഒരു ദിവസം ഒരു റാബിറ്റ് ഒരു സ്വപ്നം കണ്ടു, ഒരു മനോഹരമായ ഒരു പൂന്തോട്ടം നിർമ്മിക്കുന്നത്. He shared his dream with his friends. അവൻ ആ ഒരു സ്വപ്നം അവൻ്റെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്തു. ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പങ്കുവെച്ചു. They agreed to help him. അവർ എഗ്രി ചെയ്തു, സമ്മതിച്ചു. To help him, അവനെ സഹായിക്കാമെന്ന് സമ്മതിച്ചു. The rat dig pits. എലി എന്താ ചെയ്തത്? കുഴിച്ചു. ഡിഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുഴിക്കുക. കുഴിയെ നമ്മൾ എന്താ പറയുന്നത്? പിറ്റ് എന്നാണ് പറയുന്നത്. The crow sowed the seeds. കാക്ക എന്താ ചെയ്തത്? വിത്ത് വിതച്ചു. വിതയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് സോ എന്നാണ്, SOW. വിത്തിനെ നമ്മൾ സീഡ്സ് എന്നാണ് പറയുന്നത്. The crow sowed the seeds. കാക്ക വിത്ത് വിതച്ചു.
ഇനി അടുത്തത് ആരാണ് സുഹൃത്ത്? ദ എലഫന്റ്, ആന. ആന എന്താ ചെയ്തത്? വാട്ടേർഡ് ദ ഗ്രൗണ്ട്, വെള്ളം ഒഴിച്ചു, ഗ്രൗണ്ടിന് വെള്ളം ഒഴിച്ചു, മണ്ണിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ദ കൗ ഗേവ് മാനുവർ, പശു വളം ഇട്ടു കൊടുത്തു. ദ കൗ ഗേവ് മാനുവർ, കൗ പശു, ഗേവ് എന്ന് പറഞ്ഞാൽ കൊടുത്തു, മാനുവർ എന്ന് പറഞ്ഞാൽ ചെടിക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള വളം. അപ്പോൾ അത് പശുവാണ് കൊടുത്തത്. ആഫ്റ്റർ സം ഡേയ്സ് സ്മോൾ സാപ്ലിങ്സ് ഗ്രൂ അപ്പ്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയ സാപ്ലിങ്സ് എന്ന് പറഞ്ഞാൽ തൈകൾ, ചെറിയ തൈകൾ മുളച്ചു വന്നു, അല്ലെങ്കിൽ വളർന്നു വന്നു. ഗ്രൂ അപ്പ് എന്ന് പറഞ്ഞാൽ വളർന്നു വന്നു. They grew up into beautiful plants and trees filled with flowers. അപ്പോൾ അവർ ആ സാപ്ലിങ്സ്, ആ തൈകൾ വളർന്നിട്ട് മനോഹരമായ ചെടികളും മരങ്ങളുമായിട്ട് വളർന്നു വന്നു. ഫിൽഡ് വിത്ത് ഫ്ലവേഴ്സ്, പൂക്കളാൽ നിറഞ്ഞ മനോഹരമായ ചെടികളും മരങ്ങളുമായി ആ തൈകൾ വളർന്നു വന്നു. Thus the rabbit's dream came true. അങ്ങനെ ആ റാബിറ്റിൻ്റെ സ്വപ്നം പൂവണിഞ്ഞു. ഇതാണ് കഥ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. അടുത്തത് ആക്ടിവിറ്റി 13. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് the list of animals given below. Write the corresponding number in the space provided. List the animals in the alphabetical order in your notebook. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ, താഴെ കൊടുത്തേക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. ആൻഡ് ദ ലിസ്റ്റ് ഓഫ് ആനിമൽസ് ഗിവൺ ബിലോ, ആ ചിത്രത്തിന് താഴെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മൃഗങ്ങളുടെ കുറച്ച് ലിസ്റ്റുടെ നമ്പർ ഇട്ട് കൊടുത്തേക്കുന്നത് നമുക്ക് കാണാമല്ലോ. ഇനി റൈറ്റ് ദ കറസ്പോണ്ടിങ് നമ്പർ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അപ്പോൾ ഓരോ മൃഗത്തിൻ്റെയും അടുത്തായിട്ട് കുറച്ച് സ്പേസ് അവർ വിട്ടിട്ടുണ്ട്. ആ സ്പേസിൽ ഈ മൃഗം ഏതാണ്, അല്ലെങ്കിൽ ആ മൃഗത്തിൻ്റെ പേര് ഏതാണ് എന്ന് കണ്ടെത്തി ആ പേരിന് നേരെയുള്ള നമ്പർ താഴെ ലിസ്റ്റിൽ നിന്നും കണ്ടുപിടിച്ചിട്ട് ആ നമ്പർ നമ്മൾ ഈ സ്പേസിൽ എഴുതണം. ലിസ്റ്റ് ദ ആനിമൽസ് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ ഇൻ യുവർ നോട്ട്ബുക്ക്. അതിനുശേഷം നമ്മൾ ഈ മൃഗങ്ങളുടെ പേര് ആൽഫബറ്റിക്കൽ ഓർഡർ, അതായത് പേരുകൾ എ എന്നുള്ള അക്ഷരം ആദ്യം വരത്തക്ക രീതിയിൽ എ മുതൽ ഇസഡ് വരെയുള്ള ഓർഡറിൽ, അതിനെയാണ് നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ആ ഒരു ഓർഡറിൽ, ആ ഒരു ക്രമത്തിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ മൃഗങ്ങളുടെ പേര് എഴുതി വെക്കുക. അതാണ് ഈ ഒരു ആക്ടിവിറ്റി. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾക്ക് ഓരോ മൃഗങ്ങളുടെയും, നിങ്ങൾക്ക് പരിചയമുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടാവും ഇതിൽ, എന്നാൽ പരിചയമില്ലാത്ത മൃഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ പേരുകൾ നമുക്ക് ആദ്യമേ തന്നെ കണ്ടുപിടിച്ചിട്ട് ഈ നമ്പർ നമുക്ക് ആദ്യം ഇട്ടുവെക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിലെ ഓരോ മൃഗങ്ങളുടെയും പേര് പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത് ഓരോ മൃഗത്തിൻ്റെയും ചിത്രത്തിന് സമീപം കൊടുത്തേക്കുന്ന സ്പേസിൽ അതിൻ്റെ പേരിൻ്റെ നേരെയുള്ള നമ്പർ നമ്മൾ എഴുതാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഏതൊക്കെയാണ് ഓരോ മൃഗങ്ങളും നമുക്ക് നോക്കാം. 1. യാക്ക്. ഇപ്പോൾ ഒന്നാമത്തെ ചിത്രം ഏതാണ്? ഇതാണ് യാക്ക് എന്ന് പറയുന്ന മൃഗം. നമ്മൾ കാള എന്നൊക്കെ ഓക്സിൻ്റെ ഒക്കെ ഒരു ഫാമിലിയിൽപ്പെട്ടൊരു മൃഗമാണ്. ഇനി രണ്ടാമത്തത് ലയൺ. ലയൺ നമുക്ക് എല്ലാവർക്കും അറിയാം, സിംഹം അല്ലേ. അപ്പോൾ ലയണിൻ്റെ പിക്ചർ ഇവിടെ ഉണ്ട്. ഇനി 3rd എലഫൻറ്റ്.
അപ്പോൾ എലഫൻറ്റിന് നമുക്ക് പരിചയമുള്ള മൃഗം തന്നെയാണ് എലഫൻറ്റ്. 4 മീർക്കാറ്റ്. മീർക്കാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. മീർക്കാറ്റിനെ നമുക്ക് നോക്കാം. ഈ നിൽക്കുന്നതാണ് മീർക്കാറ്റ് എന്ന് പറയുന്നൊരു ആനിമൽ. ഇനി 5ാമത്തേത് കോക്ക. കോക്ക എന്ന് പറയുന്ന ഒരു റാറ്റിൻ്റെയൊക്കെ വർഗത്തിൽപ്പെട്ട ഒരു മൃഗമാണ്. ഉണ്ടോ 5ാമത്തേത് ഇതാണ് കോക്ക എന്ന് പറയുന്ന ആനിമൽ. ഇനി 6ാമത്തെ ഫോക്സ് ആണ്. ഫോക്സിനെ നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ഫോക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, കുറുക്കനാണ് ഫോക്സ്. ഇനി 7ാമത്തേത് നിൽഗായ് എന്ന് പറയുന്ന ഒരു ആനിമലാണ്. നമുക്ക് പരിചയമില്ല. അതേതാണ് ആ മൃഗം എന്ന് നമുക്ക് ചിത്രത്തിൽ നിന്നും കാണാം. ഇതാണ് ഈ 2 കൊമ്പുകളൊക്കെ ഉള്ള ഈ ഒരു ഏകദേശം ഒരു മാനിൻ്റെയൊക്കെ ഒരു ഷേപ്പ് പോലെയൊക്കെ ഇരിക്കും. ഇതാണ് നിൽഗായ് എന്ന് പറയുന്ന മൃഗം. ഇനി 8ാമത്തെ ജിറാഫ് നമുക്കറിയാലോ. ദിസ് ഈസ് ജിറാഫ്. ഇനി 9 ജാഗ്വർ. ജഗ്വർ വരുന്നത് നമ്മുടെ ടൈഗറിൻ്റെ ഒക്കെ ഫാമിലിയിൽ പെട്ടതാണ്. ഇതാണ് ജഗ്വർ. ചില കുട്ടികൾക്ക് ഇത് അറിയാൻ പറ്റും. ഇനി 10ാമത്തേത് അലിഗേറ്റർ. അലിഗേറ്ററും ഏകദേശം കുറേ പേർക്കൊക്കെ സുപരിചിതമായിരിക്കും. അതായത് നമ്മുടെ ക്രോക്കഡൈലിൻ്റെ ആ ഒരു ഫാമിലിയിൽ, മുതലയുടെ ഫാമിലിയിലൊക്കെ വരുന്നതാണ് അലിഗേറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്പർ 11 വോൾ. വോൾ എന്ന് പറയുന്ന മൃഗം നമുക്ക് കണ്ടുപിടിക്കണം. ഇതാണ് അല്ലേ നമ്മൾ എലിയുടെയൊക്കെ ഒരു ഷേപ്പ് പോലും, പക്ഷെ സൈസ് നല്ല വലുതാണ്. ഇതാണ് വോൾ എന്ന് പറയുന്ന ആനിമൽ. ഇനി 12 കാങ്കരു. കാങ്കരു നമുക്ക് അറിയാവുന്ന ഒരു ആനിമൽ തന്നെയാണ്. കാങ്കരു 12ാമത്തെ നമ്പർ അല്ലേ. ഇതാണ് കാങ്കരു. കാങ്കരു നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, നിങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ട്. ഇനി 13 നമ്പർ 13 വരുന്നത് ചിമ്പാൻസി. ചിമ്പാൻസി നമുക്കറിയാം, മങ്കിയുടെയൊക്കെ ഒരു ഫാമിലിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അതിന് സിമിലർ ആയിട്ടുള്ള വേറൊരു ആനിമലും കൂടിയുണ്ട്, അത് നമുക്ക് പിന്നീട് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ചിമ്പാൻസി. ഇനി നമ്പർ 14 ഇഗ്വാന. ഇഗ്വാന എന്ന് പറയുന്നത് ലിസാർഡിൻ്റെയൊക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു ആനിമലാണ്. ഇതാണ് ഇഗ്വാന. ഇനി 15 സ്ക്വിരൽ. സ്ക്വിരൽ നമുക്കറിയാലോ അണ്ണാനാണ്. അപ്പോൾ അണ്ണാൻ കൂടുതലും മരത്തിലല്ലേ കാണപ്പെടുന്നത്. ഇവിടെ ഉണ്ട് അണ്ണാൻ. അപ്പോൾ നമ്പർ 15 സ്ക്വിരൽ. നമ്പർ 16 വാത്തോഗ്. വാത്തോഗ് എന്ന് പറയുന്നതാണ്. ഇതാണ് വാത്തോഗ് എന്ന് പറയുന്ന ഒരു മൃഗം. ഏകദേശം നമ്മുടെ കാട്ടുപന്നിയുടെ ഒക്കെ ഒരു ഫാമിലിയിൽ വരുന്നൊരു മൃഗമാണ്. ഇനി 17ാമത്തേത് ഹിപ്പോപ്പൊട്ടാമസ്. ഹിപ്പോപ്പൊട്ടാമസ് നമുക്കറിയാലോ കൂടുതലും ജലത്തിലാണ് അത് കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, കണ്ടോ നമ്പർ 17 ഹിപ്പോപ്പൊട്ടാമസ്. ഇനി നമ്പർ 18 ടൈഗർ. ടൈഗറാണ്, നമ്മുടെ പുലിയാണ്. അപ്പോൾ പുലി ഇവിടെ ഉണ്ട് 18. നമ്പർ 19 ബിയർ. ബിയർ എന്ന് പറഞ്ഞാൽ കരടി. കരടി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ആനിമലാണ്. ഇനി നമ്പർ 20 ഒറാങ്കുട്ടൻ. ഇതാണ് നമ്മുടെ മങ്കിയുടെ ഫാമിലിയിൽ വരുന്ന വേറൊരു ആനിമൽ. ചിമ്പാൻസിയും ഒറാങ്കുട്ടനും നമ്മൾ മാറിപ്പോവാതെ നോക്കുക. ഇതാണ് ഒറാങ്കുട്ടൻ എന്ന് പറയുന്ന ആനിമൽ.
ഇനി നമ്പർ 21 സീബ്ര. സീബ്രയും നമുക്കറിയാലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളൊരു ആനിമലാണ് സീബ്ര. ഇനി നമ്പർ 22 യൂറിയൽ. യൂറിയൽ എന്ന് പറയുന്നത് നമുക്ക് ഫെമിലിയർ അല്ലാത്തൊരു മൃഗമാണ്. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇത്ര ഓർത്താൽ മതി, അതിൻ്റെ കൊമ്പുകൾ നല്ല വളഞ്ഞിരിക്കുന്ന ഒരു കൊമ്പൊക്കെ ഉള്ള മൃഗമാണ്. ഇതാണ് യൂറിയൽ. ഇനി നമ്പർ 23. നമ്പർ 23 ഡിയർ ആണ്. ഡിയറും നമുക്ക് പരിചയമുള്ളതാണ്, മാൻ. ഇതാണ് നമ്പർ 23 ഡിയർ. ഇനി നമ്പർ 24 റാബിറ്റ്. റാബിറ്റ് നമ്മൾ കൂടുതൽ പേർക്കും പരിചയമുള്ളതാണ്, വൈറ്റ് കളറിലാണ് കൂടുതൽ കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് റാബിറ്റ്. നമ്പർ 25 സെന്യൂറിൻ എന്ന് പറയുന്ന ഒരു ആനിമലാണ്. നമ്മുടെ നാട്ടിൽ ഈനാമ്പേച്ചി എന്നൊക്കെ പറയുന്ന ആ ഒരു മൃഗത്തിൻ്റെയൊക്കെ ഫാമിലിയിൽ പെട്ടതായിരിക്കും. അപ്പോൾ നമ്പർ 25 ഇതാണ്, സെന്യൂറിൻ എന്നാണ് പേര്. ഇനി നമ്പർ 26 പോക്യുപൈൻ. പോക്യുപൈൻ ചിലപ്പോൾ കുറേ പേർക്ക് അറിയാൻ പറ്റും, മുള്ളംപന്നി എന്ന് നമ്മൾ പറയും. നമ്പർ 26 ഇതാണ് പോക്യുപൈൻ. അപ്പം നമ്മളുടെ ഇവിടെ 26 ആനിമൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ലിസ്റ്റിൽ. ആ 26 ആനിമൽസിനെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലിസ്റ്റ് ദ ആനിമൽസ് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ ഇൻ യുവർ നോട്ട്ബുക്ക്. ഇവരുടെ പേരുകൾ ആൽഫബറ്റിക് ഓർഡറിൻ്റെ ക്രമത്തിൽ നമ്മൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. അപ്പോൾ എ മുതൽ തുടങ്ങിയിട്ട് ആ ഓർഡറിൽ നമ്മൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ ലെറ്ററും വെച്ചിട്ടുള്ള ആനിമൽസിൻ്റെ പേര്, എ മുതൽ ഇസഡ് വരെയുള്ള എല്ലാ ലെറ്ററിലും തുടങ്ങുന്ന ആനിമൽസിൻ്റെ പേരുകൾ ഇതിലുണ്ട്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് എ വെച്ച് നമ്മൾ പഠിച്ചത് ആലിഗേറ്റർ, B for bear, C for chimpanzee, D for deer, E for elephant, F for fox, G for giraffe, H for hippopotamus, I for iguana, J for jaguar, K for kangaroo, L for lion, M for meerkat, N for nilgai, O for orangutan, P for porcupine, Q for quokka, R for rabbit, S for squirrel, T for tiger, U for urial, V for wall, W for warthog, X for zenurin, Y for yak and Z for zebra. അപ്പോൾ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എല്ലാ മൃഗങ്ങളുടെയും പേര് എഴുതി. ഇനി നിങ്ങൾ ഈ മൃഗങ്ങളുടെയൊക്കെ പേര് കാണാതെ പഠിക്കുക. അടുത്തത് നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഇനി അടുത്തത് ആക്ടിവിറ്റി 14 ഡിജി ടാസ്ക്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ ഡിവൈസസ് യൂസ് ചെയ്ത് ചെയ്യാനുള്ള ടാസ്ക്കാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, വീഡിയോ ക്ലിപ്പ് ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഡു യു ഹാവ് എ പെറ്റ്? നിങ്ങൾക്കൊരു പെറ്റുണ്ടോ, ഒരു വളർത്തുമൃഗം ഉണ്ടോ? ട്രൈ ടു വീഡിയോ റെക്കോർഡ് ദ ആക്ഷൻസ് ആൻഡ് മൂവ്മെൻറ്റ്സ് ഓഫ് യുവർ പെറ്റ് വിത്ത് ഓഡിയോ കമൻറ്ററി ആൻഡ് സെൻഡ് ഇറ്റ് ടു യുവർ ടീച്ചർ. ട്രൈ ടു വീഡിയോ റെക്കോർഡ്, അതായത് നിങ്ങളോട് പറയുന്നത് ആ മൃഗത്തിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ആക്ഷൻസും അതിൻ്റെ ചലനങ്ങൾ അത് കാണിക്കുന്ന ഓരോ പ്രവൃത്തികൾ ഇതൊക്കെ നിങ്ങൾ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുക വിത്ത് ഓഡിയോ കമൻറ്ററി. അതിൻ്റെ ഒപ്പം നിങ്ങളുടെ വോയിസും കൂടിയും ചേർക്കുക. ആൻഡ് സെൻഡ് ഇറ്റ് ടു യുവർ ടീച്ചർ. എന്നിട്ട് ആ വീഡിയോ നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക. അതാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തത് ഓഡിയോ ഡയറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. റെക്കോർഡ് ആൻഡ് ഓഡിയോ ക്ലിപ്പ്. നിങ്ങളോടൊരു വോയിസ് ക്ലിപ്പ് ഉണ്ടാക്കാനാണ്. അതായത് നമ്മൾ വീഡിയോ അവിടെ ഉൾപ്പെടുത്തുന്നില്ല, നമ്മുടെ ശബ്ദം മാത്രം മതി. നറേറ്റിംഗ് ആൻ ഇൻട്രസ്റ്റിംഗ് ഇവൻറ്റ് സച്ച് ആസ് ദി കലോത്സവം, സ്പോർട്സ് മീറ്റ് എക്സെട്ര ഹെൽഡ് ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ നടത്തിയ
സ്കൂൾ കലോത്സവമോ അല്ലെങ്കിൽ സ്പോർട്സ് മീറ്റോ അതിനെ ബന്ധപ്പെടുത്തിയുള്ള നിങ്ങളുടെ വോയിസ് ക്ലിപ്പ്, നിങ്ങളുടെ ആ ഒരു ശബ്ദം റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ ഉണ്ടാക്കുക. ഇനി ഏറ്റവും അവസാനം മൈ വേർഡ് ബാങ്ക്. ലിസ്റ്റ് the words you have learned and organize them alphabetically in your notebook. നമ്മൾ ഈ മൂന്നാമത്തെ യൂണിറ്റിൽ പഠിച്ച പുതിയ വാക്കുകൾ, നിങ്ങൾക്കറിയില്ലാത്ത, നിങ്ങൾ ആദ്യമായി കേട്ട അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ പുതിയ വാക്കുകൾ നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അത് എഴുതി വയ്ക്കുക. ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എ മുതൽ ഇസെറ്റ് വരെയുള്ള ആദ്യത്തെ അക്ഷരം എയിൽ തുടങ്ങി ഇസെറ്റ് എന്ന് പറയുന്ന അവസാനത്തെ അക്ഷരം വരെ എത്തി നിൽക്കുന്ന വാക്കുകൾ നമ്മൾ ആ ഒരു ക്രമത്തിൽ എഴുതുക. അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആ ഒരു ക്രമത്തിൽ എഴുതി വെക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനെയാണ് നിങ്ങളുടെ വേർഡ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസ് വരുന്നത്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.